വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇങ്ങനെ എന്നോട് പറയരുത് കേട്ടോ. നെഞ്ചൂട്ടി മരിച്ചു പോകും ഞാൻ. നിന്റെ കൈ ഓർത്ത് പിടിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും ഉള്ളു നിറഞ്ഞ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഒന്ന് മനസ്സിലാക്കണേ. ഞാനില്ലാതെ എന്റെ സ്നേഹമില്ലാതെ നിനക്ക് പറ്റുമോ? ഈ ജന്മം മുഴുവൻ നിന്നെ പിരിയാൻ എനിക്ക് പറ്റില്ലെന്ന് തോന്നിയെടുത്തുന്നത്. അത്രയും പറഞ്ഞു തനിക്ക് അഭിമുഖമായി ഞെട്ടിത്തിരിഞ്ഞ ഭാഗത്തോട് നിൽക്കുന്ന ബഷീറിനേക്ക് അവന്റെ കണ്ണെത്തി നിന്നു. അപ്പോഴാണ് വജ്രയെ പിടിച്ചു കളിയത് ഓർമ്മ വന്നത്. വേവലാതിയോടെ പിന്തിരിഞ്ഞു നോക്കിയ നിമിഷം പ്രണവിന്റെ സപ്തനാടികളും കലികൊണ്ട് വലിഞ്ഞു മുറുകി. എബിയുടെ കൈകളിൽ മേൽ പിടിച്ചിന്ന് അവൻ നോക്കി കണ്ണു നിറച്ചു നിൽക്കുകയാണ് വജ്ര. അവളുടെ കവിൾ കൈകൊണ്ട് തട്ടി റിലാക്സ് ആവാൻ പറയുന്നുണ്ട് എബി. എബി അവൻ പറഞ്ഞു കേട്ടോ നീ? എബിയുടെ കൈകളിൽ അമർത്തി പിടിച്ച് സങ്കടത്തിന്റെ പാരമ്യതയിലെത്തി നിൽക്കും പോലെ ഒരുതരം വിറയലോടെ പറയുന്നവളുടെ കണ്ണിലേക്ക് അങ്ങേയറ്റത്തെ വേദനയോടെ നോക്കി എബി. ഇറ്റ്സ് ഓക്കെ ജസ്റ്റ് റിലാക്സ്. നമുക്ക് സംസാരിക്കാം. എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. ബട്ട് യു ഹാവ് ടു കാം ഡൗൺ നൗ. ലഞ്ച് ബ്രേക്ക് കഴിയാറായി. ഇതിൽ കൂടുതൽ സീൻ ഇവിടെ ഉണ്ടായിക്കൂടാ. നീ ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകും. സമനിലെത്തിയവളെ പോലെ പിന്നെ എന്തൊക്കെയോ പുലമ്പുന്ന അവളോട് എന്ത് പറഞ്ഞ് ശാന്തമാക്കുമെന്നറിയാതെ നിസ്സഹായതയോടെ ബഷീറിലേക്കും പിന്നീട് കലിയോടെ പ്രണവിലേക്കും നോക്കി. വജ്രക്കും എബിക്കിടയിൽ അടുപ്പം കണ്ട് ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് ബഷീറെങ്കിൽ എബിയെ പച്ചക്കത്തിക്കാനുള്ള ശൗര്യത്തോടെ നിൽക്കുകയായിരുന്നു പ്രണവ്. വജ്ര, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണ. ഇത് കോളേജാണെന്ന് മറന്നുപോയത്. നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ ഒന്ന് നോർമൽ ആവൂ പ്ലീസ്. വീണ്ടും അവളുടെ കവിളിൽ തട്ടി മറുകൈ കൊണ്ട് അവളുടെ ഇടത് കൈയിൽ പിടിച്ച് അങ്ങേയറ്റത്തെ കരുതലോടെ എബി പറയുമ്പോൾ പുറകിൽ മതം പൊട്ടി തുടങ്ങിയിരുന്നു പ്രണവിന്. മാറിക! ഗർജനം തന്നെയായിരുന്നു അത്. തനിക്ക് മുമ്പിൽ നിന്നിരുന്ന വജ്രയെ അരികിലേക്ക് നീക്കി നിർത്തി കണ്ണുകളിൽ യുദ്ധവീര്യം പേറി എബി രൂക്ഷമായവനെ നോക്കി. വജ്രയുടെ കൈയിന്മേലുള്ള എബിയുടെ പിടുത്തവും ആളുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന അവന്റെ നിൽപ്പും മാറി മാറി നോക്കിയ പ്രണവിന് തലച്ചോറിലേക്ക് അരിശം കുത്തിയിറങ്ങി അടിമുടി രക്തം തിളച്ചു. എന്നെ നിനക്കറിയില്ല എബിൻ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഞങ്ങൾക്കിടയിൽ പലതും സംഭവിക്കും. അവൾ എന്നെ തല്ലിയോ ചീത്ത വിളിക്കോ അങ്ങനെ എന്തുണ്ടാവും. അത് ഞങ്ങളുടെ കാര്യം. നീ ഇടപെടാൻ വരണ്ട. കൈയെടുക്കണം അവിടെ കയ്യിന്ന്. പ്രണവിന്റെ ശബ്ദം അത്രമേൽ ഉയർന്നു. ബഷീർ വജ്രയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഉള്ളിൽ തോന്നി തുടങ്ങിയ സംശയങ്ങൾ ഉറപ്പിക്കാനെന്ന പോലെ നിശബ്ദമായി ഇരുവരെയും വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എബിയുടെ രൂക്ഷഭാവം കുറച്ചുകൂടി കടുത്തു എന്നല്ലാതെ വജ്രയിൽ നിന്നൊരടി പോലും അത് നീങ്ങി നിന്നില്ല. ആളാകട്ടെ മരവിച്ച പോലെ നിൽക്കുകയാണ്. പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്. അങ്ങേയറ്റത്തെ കലിയോട് അലറിക്കൊണ്ട് എബിക്ക് നേരെ പാഞ്ഞടിക്കായിരുന്നു പ്രണവ്. തൊട്ടുപോരുന്ന എബിയെ. വജ്രയുടെ അലർച്ചയിൽ പറഞ്ഞ വാക്കുകളിൽ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് പിടിച്ചു കെട്ടിയ പോലെ പ്രണവിന്റെ കാലുകൾ നിശ്ചലമായി. കാതുകളിൽ പ്രകമ്പനം തീർത്ത വാക്കുകൾക്ക് മുമ്പിൽ നെഞ്ചു കലങ്ങി ശ്വാസത്തിന് പോലും ചോര ചുവയേറിയെ അവൾക്കരികിൽ നിന്നിരുന്ന എബിയുടെ തന്നിലേക്കുള്ള നോട്ടം പ്രണവിന്റെ ഓരോ രോമകൂപങ്ങളിലും കനൽ പാകിയെറിഞ്ഞു. തനിക്ക് എത്രയോ മുകളിൽ എത്രയോ വലിപ്പത്തിൽ എബിയുടെ മനസ്സിനുള്ളിൽ അങ്ങനെ നിവർന്നു നിൽക്കുന്ന പോലെ പ്രണവിന്റെ തലച്ചോറിലേക്ക് ഒരു ദൃശ്യം തെളിഞ്ഞു വന്നു. ഞെട്ടിത്തെരിച്ചുകൊണ്ടുള്ള ആ നിൽപ്പിൽ അവന്റെ ചിന്ത വായിച്ചെടുത്തുകൊണ്ട്, അതേടാ, വജ്രയുടെ പ്രണയം ഈ എബിയാണ്. എബിക്ക് മാത്രമാണ് എന്നർത്ഥത്തിൽ എബിന്റെ കണ്ണിൽ പ്രണവിനായി ശാസനയോടെയുള്ളൊരു തീവ്രഭാവം തെളിഞ്ഞു കണ്ടു. എബിന് വജ്രയുള്ള പ്രണയം അതിശക്തമായൊരു കൊടുങ്കാറ്റായി അവന്റെ മനസ്സിനെ ചോര പൊടിച്ച് വേരോട് ഇളക്കി പറിച്ചെടുത്തുന്ന പോലെ അസഹ്യമായ വേദന തലച്ചോറിലേക്ക് കുത്തിയിറങ്ങി. അത് പിടഞ്ഞ് വിറങ്ങലിച്ച് ശ്വാസമറ്റ് വീണു. കണ്ണിൽ നോവിന്റെ കടൽ തീർത്ത സത്യം ഒരേ ഒരു തുള്ളിയിലേക്ക് ആവാഹിക്കപ്പെട്ട് നെഞ്ചിലേക്ക് ഇറ്റ് വീണു. ദീർഘകാലത്തെ മറവിൽ നിന്ന് ഞെട്ടിയുണർന്ന പോലെ കൺപീലി പിടച്ചുകൊണ്ട് തന്നെ ദഹിപ്പിക്കും പോലെ നോക്കി നിൽക്കുന്ന വജ്രയിലേക്ക് പ്രണവ് നോക്കി. ആൾ ബഷീറിന്റെയോ എബിയുടെയോ സാന്നിധ്യം പോലും മറന്ന് കലികൊണ്ട് വിറച്ചു നിൽക്കുകയാണ്. തന്റെ ഉള്ളിലെ ഇഷ്ടം എന്തെന്നും അതിന്റെ കാഠിന്യം എന്തെന്നും ഒരേ ഒരു വാക്കിൽ പ്രണവിന്റെ മുഖത്തടിക്കും പോലെ പറഞ്ഞിർത്തി കിടക്കുമ്പോൾ സഹോദരനായി സ്നേഹിച്ചവന് നെഞ്ചിൽ കൊണ്ടു നടന്നവന് തന്നോടുള്ള പ്രണയമാണെന്ന തിരിച്ചറിവിൽ അവളുടെ ഉടലും ഉയരും പൊള്ളി അടരുന്നുണ്ടായിരുന്നു. തന്റെ ഹൃദയത്തിൽ എബിക്കുള്ള സ്ഥാനം പ്രണവ് അറിഞ്ഞിരിക്കുന്ന ഈ നിമിഷം അവന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരോ ജഡം പോലെയുള്ള ആ നിൽപ്പോ തെല്ലും അവൾ ഉലച്ചില്ല. അവന്റെ മുഖമൊന്ന് വാടിയാൽ ആ ചിരിക്കും ഇത്തിരി മാറ്റുറഞ്ഞാൽ ആവരാതിപ്പെട്ടിരുന്ന വജ്ര അല്പം മുമ്പ് ആ സത്യമറിഞ്ഞ നിമിഷം കത്തിച്ചാമ്പലായിപ്പോയി എന്ന് തോന്നി എബിക്ക്. എബി എനിക്കെന്റെ പ്രണയമാണ്, ജീവിതമാണ് എന്നവൾ പ്രണയം മുമ്പിൽ വിളിച്ചു പറയുന്ന നിമിഷത്തെ വർഷങ്ങളായി കാത്തിരുന്നാണ് താൻ. പക്ഷേ മനസ്സ് കയർന്ന് നിയന്ത്രണമറ്റ് കണ്ണീര് കറന്ന് ഇങ്ങനെ വെളിപ്പെടുത്തി നിൽക്കുന്ന കാണുമ്പോൾ ഒരു നുള്ളു സന്തോഷം പോലും തോന്നുന്നില്ലെന്നാണ് സത്യം. പ്രണവിനെ മുഖമടച്ചു കൊടുത്ത് എന്റെയാണ് അവളെന്ന് പറയാൻ എത്ര തവണ കുതിരി ഓടിയിട്ടുണ്ട് മനസ്സ്. എന്നാൽ പറയാൻ അറിയാത്ത വിങ്ങലിൽ സ്വയം അറിയാതെ അവന്റെ കൈമുഷ്ടി ചുരുണ്ടു.
പ്രണവിന്റെ കണ്ണിൽ തിളങ്ങുന്ന കണ്ണുനീർ ഏതോ ഒരു മാത്രയിൽ എബിയുടെ കാഴ്ചയിലേക്ക് ഒരു കുഞ്ഞുമുള്ളായി പതിഞ്ഞുപോയി. എന്തോ എവിടെയോ നീറുന്നുണ്ട് തനിക്ക്. നെഞ്ച് കുത്തിപ്പൊളിച്ച് രക്തം ചീറ്റി തെറിച്ചെന്ന പോലെ പാതി ജീവനോടെ നിൽക്കുന്ന ആ നിൽപ്പും, വജ്രയിൽ നിന്നും തന്നിലേക്കും തന്നിൽ നിന്ന് അവളിലേക്കും പിടഞ്ഞുകൊണ്ട് ഓടിപ്പായുന്ന അവന്റെ കണ്ണുകളും മനസ്സിലൊരു വേലിയേറ്റം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് വജ്രയെ നോക്കുന്ന ആ നോട്ടം കണ്ട് പകയും ദേഷ്യവും അടങ്ങി സഹതാപത്തിലേക്ക് വഴിമാറിപ്പോയി തന്റെ മനസ്സ്. എന്തോ നീ എന്റെ മുന്നിൽ ഇപ്പോൾ ഒരു ബിഗ് സീറോ ആണെന്ന് പ്രണവിനോട് പറയാൻ മനസ്സൊരിക്കലും തയ്യാറാവില്ലെന്ന പോലെ അവനോടുള്ള തന്റെ കണ്ണിലെ ശാസനാഭാവം പിൻവലിച്ച് ബഷീറിലേക്ക് നോക്കിയ എബി ഒന്നും അറിയാതെ ഇടയിൽ കിടന്ന കോമാളിയായിരുന്നു താനെന്ന് സ്വയം പൂച്ഛിച്ച് കണ്ണൊന്ന് ചലിപ്പിക്കൂടെ ചെയ്യാതെ വജ്രയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് അവൻ. എബിക്ക് ഉള്ളു കലങ്ങി മറിഞ്ഞു തുടങ്ങിയിരുന്നു. നീ എന്നുള്ള ദേഷ്യം കൊണ്ട് വെറുതെ അല്ലേ വജ്ര ഇങ്ങനെയൊക്കെ അല്ലേ? നീ നമ്മളല്ലേ വജ്ര ഇന്നും ചുറ്റുമുള്ളതെല്ലാം എന്തിന് ഈ ലോകം തന്നെ പ്രണവ് വിസ്മരിച്ചു പോയിരിക്കുന്നു എന്നത് എബിനും ബഷിയും മനസ്സിലാക്കിയപ്പോൾ മനസ്സിന്റെ നിയന്ത്രണം അങ്ങേയറ്റൊന്നും പിടിവിട്ട അവസ്ഥയിലായിരുന്നു വജ്ര. അല്ല, സത്യമാണ്. കാതു തുറന്ന് നീ കേട്ടോ. കഴിഞ്ഞ 5 വർഷം എൻ്റെ ഉള്ളിൽ അവനും അവൻ്റെ ഉള്ളിൽ ഈ ഞാനും ഉണ്ട്. നിന്റെ വാശിക്കും ബാലിശമായ നിർബന്ധ ബുദ്ധിക്കും മുമ്പിൽ പരസ്പരം മനസ്സോർക്കാൻ കഴിയാതെ ഇത്ര വർഷങ്ങൾ ഉള്ളിലൊതുക്കി നിന്നെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാമെന്ന പ്രതീക്ഷയോടെ ദിവസങ്ങൾ തള്ളി നീക്കിയാൻ നീ ഓരോ തവണ എബി ഇൻസൾട്ട് ചെയ്യുമ്പോഴും ഒന്നും തുറന്നു പറയാനൊരു അവസരം കിട്ടാതെ ഉള്ളുരുക്കി ഞാൻ നിന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? പെട്ടെന്ന് കേൾക്കുമ്പോൾ നീ അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള പേടിയുണ്ട്. എന്നാലും സമയമെടുത്തായാലും എൻ്റെ സങ്കടം, എൻ്റെ മനസ്സ്, എൻ്റെ കണ്ണുനീര് ഒന്നും കാണാതിരിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ഞാൻ. അത്രയും ഉറച്ച ശബ്ദത്തിൽ കിതപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ഓരോ വാക്കിലും നോക്കിലും ശരീരത്തിന്റെ ഓരോ അണുവും തളർന്ന് പാതി ചത്ത പോലെ മുഴുവൻ ബലവും ചോർന്നു തുടങ്ങി ചുമരിലേക്ക് ചാഞ്ഞു നിന്നുപോയി പ്രണവ്. പക്ഷേ അറിഞ്ഞില്ലല്ലോ ഞാൻ. എന്റെ മനസ്സ്, ഹൃദയവും സ്വപ്നവും സന്തോഷവും കത്തിച്ച് ചാരമാക്കാൻ പോകുന്ന വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് നീയെന്ന് അറിഞ്ഞില്ലല്ലോ. അവന്റെ കോളിൽ പിടിച്ചുലച്ച ആർത്ത് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണവളെ ചേർത്ത് പിടിക്കാൻ കണ്ണു നിറച്ചുകൊണ്ട് എബി ഓടി വന്ന അതേ നിമിഷത്തിൽ തന്നെ മനസ്സിലെ അമർഷവും വേദനയും മറന്ന് ബഷീർ ഓടി അരികിലേക്ക് എത്തുമ്പോൾ അവർക്കൊപ്പം കരഞ്ഞുകൊണ്ട് അവൾക്ക് അഭിമുഖമായി പ്രണവ് ഇരുന്നിരുന്നു. നെഞ്ചിൽ നടക്കുന്ന വിസ്ഫോടനം താങ്ങാനാവാതെ ആശ്രയത്തിനായ ഒരു കൈ എബിയുടെ കൈക്കുള്ളിൽ മുറുക്കിയും മറുകൈ ബഷീറിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചും തേങ്ങൽ അമർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ട് അവളുടെ ഇരു കൈകളിലേക്കും മാറി മാറി നോക്കി അന്ന് വരെ അവൾക്കുള്ളിൽ സർവാധിപതിയായിരുന്ന തന്നെ കുറിച്ചും ഇപ്പോഴാ മനസ്സിന്റെ പടിപ്പുരക്കപ്പുറം ഭ്രഷ്ട് കൽപ്പിച്ച് വലിച്ചെറിഞ്ഞ തന്റെ സ്ഥാനത്തെക്കുറിച്ചും ഓർത്ത് കൈ രണ്ടും നെറ്റിയിൽ പൊതിഞ്ഞു നിർത്തി സർവവും തകർന്ന ഭാവത്തോടെ കൂനിക്കൂടി പ്രണവിരുന്നു. മതി, ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ബ്രേക്ക് ടൈം കഴിഞ്ഞു. ഇവിടെ വെച്ച് ഇനി ഇത് സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാനാണ് തീരുമാനമെങ്കിൽ രണ്ടാളും ഒന്നോർത്തോ. കയ്യിൽ നിൽക്കില്ലൊന്നും. ക്യാമ്പസ് മൊത്തം ആഘോഷിക്കും. കാത്തിരിപ്പുണ്ട് പറയണം. നാളുകളായിട്ട് ഇങ്ങനെ ഒരു സീനോ വാർത്തയ്ക്കോ വേണ്ടി. ഞാൻ ഓർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്. ബഷീറിന്റെ ശബ്ദത്തിലെ ശാസന, മൂർച്ച, കാഠിന്യം, അതുവരെ സംഘർഷങ്ങളുടെ തിരമാലയിലകപ്പെട്ട് ദിശയറിയാതെ ഓടിയറിഞ്ഞ് ബോധം നഷ്ടപ്പെട്ടിരുന്ന വജ്രയുടെ മനസ്സും ബുദ്ധിയും ഞെട്ടിപ്പിടഞ്ഞ അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ പോലെ തളർച്ചയോടെ ആ മുഖത്തേക്ക് നോക്കി. തന്നിൽ നിന്നും കണ്ണുകൾ മാറ്റി മറ്റെങ്ങോ നോക്കി സങ്കടവും ദേഷ്യവും കടിച്ചു പിടിച്ചിരിക്കുന്ന ബഷീറിനെ കണ്ട് ആളുടെ തൊണ്ടയിലേക്ക് ഒരു വേദന തിങ്ങി വന്നു. ആരിൽ നിന്നെല്ലാം മറച്ചു പിടിച്ചതിന്റെ ഷോക്കും ദേഷ്യവും ഇടകലർന്ന മുഖത്ത് പ്രതിഫലിച്ചിരിക്കുന്ന ആ ഭാവത്തിന് പറയാനൊരു മറുപടിയില്ലാതെ ഇത്ര നേരം തിളച്ചു പൊന്തിയ തന്റെ നാവ് തളർന്നു പോയിരിക്കുന്നു. എബിയിലേക്ക് ദയനീയമായി നോട്ടമെത്തിച്ചപ്പോൾ എല്ലാം ശരിയാക്കാം, വിഷമിക്കരുതെന്ന് അവൻ കണ്ണുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു. പ്രണവിലേക്ക് നോട്ടം തന്നെ വീണപ്പോൾ അവജ്ഞയോടെ ഇരുന്നിരിപ്പിൽ നിന്ന് അവൾ പുറകിലേക്ക് നീങ്ങി. അപ്പോഴേക്കും ബഷീർ എഴുന്നേറ്റിരുന്നു. വജ്രയുടെ മുഖത്തേക്കൊന്ന് നോക്കുപോലും ചെയ്യാതെ പുറകിൽ വീണിടക്കുന്ന ബാഗ് എടുക്കുന്നവനെ എബി വല്ലായ്മയോടെ നോക്കി. മുഖം അമർത്തി തുടച്ച് തളർച്ചയോടെ മുന്നിലേക്ക് നോക്കിയ പ്രണവിന്റെ കണ്ണുകൾ എബിന്റെ കയ്യിൽ മുറുകിയ വജ്രയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ വീണ്ടും അവന്റെ സിരകളിൽ രക്തം തിളച്ചു വാങ്ങി. കിതക്കുന്ന ശ്വാസം, മുറുകുന്ന നെഞ്ച്. എബിയുടെ കയ്യിലേക്ക് ഈയം കോരി ഒഴിക്കാൻ അവന്റെ മനസ്സ് സടകുടഞ്ഞെഴുന്നേൽക്കും മുമ്പേ അവന്റെ ആ ഭാവം മനസ്സിലാക്കി മറ്റൊന്നും ചിന്തിക്കാതെ ബഷീർ അവരെ വലിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് നീ ഒരു ഇത്രയെങ്കിലും വരാൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. പ്രിൻസിയോട് പെർമിഷൻ ഞാൻ വാങ്ങിക്കോളാം. ഇനി പറയാനും ചോദിക്കാനുള്ളൊക്കെ വൈകുന്നേരം സെമിത്തേരിക്കപ്പുറമുള്ള ഗ്രൗണ്ടിൽ. അത് മതി. എല്ലാവരും കൂടെ കേൾക്കാനാണ് പറയുന്നത്. പ്രണവിന്റെ ഷോൾഡറിന് താഴെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ച് പറയുമ്പോൾ ബഷീറിന്റെ കൺകോണിൽ വജ്രക്കൂടിയുള്ള ശാസന കരുതി വെച്ചിരുന്നവൻ നാവിൽ വിലങ്ങ് വീണ പോലെ ശ്വാസം മുറുകിയതുപോലെ തറഞ്ഞു നിന്നിരുന്ന വജ്ര നെഞ്ചിലേക്ക് വീണ കനലിൽ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ബഷീറിന്റെ ഇടത് കൈത്തണ്ടിലേക്ക് കൈനീട്ടി അവിടെ അമർത്തി പിടിച്ചു. ബഷീറിന്റെ ഉള്ളവും പിടഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ അന്യരോട് പെരുമാറും പോലെ, സംസാരിക്കും പോലെ. പ്രണവ് നിറഞ്ഞൊഴുകുന്ന കണ്ണാലെ ബഷീറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ വേണ്ടടാ എന്ന് അപേക്ഷിക്കും പോലെ. ബഷീർ, ഞാൻ പറയാനിരുന്ന
മതി, പറഞ്ഞല്ലോ ഞാൻ. വൈകുന്നേരം സംസാരിക്കാന്ന്. കൂടുതൽ പറഞ്ഞ് നേരം കളയണ്ട. എബിൻ, നീ ഉണ്ടായിരിക്കണം അവിടെ. അത്രയും പറഞ്ഞ് പ്രവീണിനെ പിടിച്ച് വലിച്ചുകൊണ്ടുപോകാൻ അവൻ ഒരുങ്ങിയതും വജ്ര മുഖം കുത്തി കരഞ്ഞിരുന്നു. എബിക്ക് ചങ്കുപൊടിയും പോലെ തോന്നി. താൻ കൂടി കാരണമാണ് ആൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നെന്ന ചിന്ത നിമിഷങ്ങൾക്ക് മുമ്പേ അവൻ ഒലിച്ചു തുടങ്ങിയിരുന്നു. ബഷി, അവള് കരയുന്നടാ. നമ്മുടെ വജ്ര കരയുന്നടാ. നീ അവളോട് ദേഷ്യം. തന്നെ വലിച്ചുകൊണ്ടുവന്ന ബഷീറിനോട് തിരിഞ്ഞോക്കി കേണാപേക്ഷിക്കും പോലെ പറഞ്ഞു തുടങ്ങിയ പ്രണവ് വജ്രയുടെ തോളിൽ എബിന്റെ കൈ പതിഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് രൗദ്രഭാവത്തിലേക്ക് മാറി. കൈയെടുക്കോ. നീ എന്റെ വജ്രയുടെ ആരുമല്ല. ചതിക്കാ നീ. അവളെ ചതിക്കാ. എനിക്കറിയാം. എന്നുള്ള പക തീർക്കാൻ നീ. നിർത്താ. എബിന്റെ ശബ്ദം പ്രണവിന്റെ ശബ്ദത്തിന് മുകളിൽ ഉയർന്നു മുമ്പോട്ട് നടന്നിരുന്ന ബഷീറിന്റെ കാലുകൾ നിശ്ചലമാക്കിയപ്പോൾ പ്രണവ് എബിയുടെ അതേ വാശിയിൽ അവനെ ദഹിപ്പിക്കും പോലെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. വജ്രയാണെങ്കിൽ തളർച്ചയോടെ തൂണിലേക്ക് ചാരിയുന്നു ബഷീറിനെ തന്നെ നോക്കി നിൽക്കുകയും പിന്തിരിഞ്ഞു നോക്കിയ ബഷീർ അവിടെ നിൽപ്പ് കണ്ട് തിങ്ങി വിങ്ങുന്ന നോവ് മറച്ചു പിടിച്ച് എബിയെ കൂർപ്പിച്ചു നോക്കി. മതിയാക്കെന്ന് വാൺ ചെയ്തിട്ടും അതനുസരിക്കാത്തതിന്റെ അമർഷമായിരുന്നു മുഖത്ത്. ഒരല്പസമയത്തേക്ക് നിന്നെക്കുറിച്ച് സോഫ്റ്റായി ചിന്തിച്ചു പോയ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇത്രയും നീ ഇവിടെ കിടന്ന് കുറച്ച സ്ഥിതിക്ക് തൽക്കാലം ഒരു മറുപടി പറയാതെ വയ്യ. മനസ്സിൽ എഴുതി വെച്ചോ നീ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇവളാ. അവളുടെ കഴുത്തിൽ ഒരു മിന്നി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കൈ കൊണ്ടായിരിക്കും. വജ്രക്ക് എബിക്ക് വജ്രമില്ലാതെ ഒരു ജീവിതമില്ലടാ. നീ ഇനി ലോകം കീഴ്മേൽ മറിച്ചാലും അവളുടെ ഉള്ളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവില്ല. ഇനി ഞാൻ മരിച്ചാൽ പോലും. അത്രയും പറഞ്ഞ വജ്രയുടെ കൈ പിടിച്ചവും പ്രണവ് സമനിലെത്തിയ പോലെ ബഷീറിന്റെ കൈകൾ കിടന്ന് കുതിരി. സർവ്വശക്തിയും എടുത്ത് അവനെ പിടിച്ചൊതുക്കിയ ബഷീർ എബിയെ നോക്കി പല്ലിറങ്ങി. കുറച്ചുകൂടെ കിടന്ന് പോരുവിളി നടത്ത്. എങ്കിലല്ലേ എല്ലാവരും എല്ലാം അറിയൂ. എന്നിട്ട് അവളെ തൊലിയിരിക്കുമ്പോൾ ഫ്ലെക്സും നോട്ടീസ് ഓടിച്ച് വരുമ്പോൾ കിടന്ന് മോങ്ങ്. നീയൊക്കെ അരിയാഹാരം കഴിക്കുന്നതാണോ? ഓരോരോ അതിന്റെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ടേ പിന്നെ അസ്വസ്ഥതയുടെ മുഖം മാറ്റി തിരിഞ്ഞു നിന്നു. കണ്ണു നിറച്ചുകൊണ്ട് തേങ്ങൽ ഒതുക്കാൻ കഴിയാതെ ബഷീറിനെ നോക്കി നിന്നിരുന്ന വജ്ര തന്നെയൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കാൻ ആ നോട്ടത്തിലൂടെ ദയനീയമായി അപേക്ഷിക്കുന്ന ഒരിക്കൽ കൂടി കണ്ടപ്പോൾ ഹൃദയത്തിൽ മുള്ളു നിറക്കുന്ന വേദനയോടെ അവൻ ധൃതിയിൽ മുഖം വെട്ടിച്ച് പ്രണവിനെ ശക്തമായി പിടിച്ചു വലിച്ചു. ചന്തയല്ല ഇത്. തെരുവ് നായ്ക്കളെ പോലെ കടിപിടി കൂടുമ്പോ എന്റെ നമ്മുടെ എന്ന് 1000 വട്ടം പറയുന്നവരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്ത് വലിയൊരു മെന്റൽ ഹറാസ്മെന്റിലേക്ക് വലിച്ചെടുക്കാൻ തയ്യാറായി എത്ര പേരിവിടെ മുട്ടി നിൽക്കുന്നുണ്ടെന്ന് ഓർക്കടാ. ദേഷ്യത്തിന്റെ എക്സ്ട്രീം ലെവലിൽ പിന്നെയും പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ എന്ന വാക്കുകൾ പല്ലുകടിച്ച് പിടിച്ച് തടഞ്ഞിർത്തി കോളറിൽ പിടിച്ചൊളിച്ച ബഷീറിനെ നോക്കാനാവാതെ കരച്ചിൽ ഒതുക്കി വെച്ച് പ്രണവ് തലതാഴ്ത്തി. ഒരു സെക്കൻഡ് പോലും വൈകിക്കാതെ ആ നിമിഷം അവനെ പിടിച്ചു വലിച്ച് ബഷീർ കൊണ്ടുപോകുമ്പോൾ കണ്ണിൽ നിന്നും മറയും വരെ എബിയുടെ കയ്യിൽ അവൻ കോർത്തെടുത്തിരിക്കുന്ന വജ്രയുടെ കയ്യിലേക്കും തോണിൽ ചാരി മറ്റെങ്ങോട്ടോ നോക്കി കണ്ണീർ വാർക്കുന്നവരുടെ മുഖത്തേക്കും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇടതടവില്ലാതെ പിന്തിരിഞ്ഞു നോക്കിയിരുന്നു പ്രണവ്. എബിയാണെങ്കിൽ പ്രണവിന്റെ വാക്കുകൾ കലിയേറിയ മുഖത്തോടെ രൂക്ഷമായി നോക്കി നിൽക്കുന്നു. ചതിയാനാണത്രേ. അവനോടുള്ള പക തീർക്കാനാണത്രേ ഞാൻ എൻ്റെ വജ്രയെ. ദേഷ്യവും സങ്കടവും കൊണ്ട് എബിയുടെ രക്തം തിളച്ചു. പ്രണവിന്റെ കണ്ണീരിൽ തന്റെ ഹൃദയം അല്പനിമിഷത്തെങ്കിലും പിടഞ്ഞോർത്ത് അങ്ങേയറ്റത്തെ കലിയാണ് ഉള്ളിലിപ്പോൾ. അരിഞ്ഞു വീഴ്ത്തുണ നാവ് പ്രാണനെ പോലെ നെഞ്ചിൻ കൂട്ടിൽ കൊണ്ടു നടക്കുകയാണ് അവളെ താൻ. അവന്റെ ഉള്ളിൽ അവൾക്ക് പ്രണയിനിയുടെ സ്ഥാനമാണെന്ന് തിരിച്ചറിയും മുമ്പേ സ്നേഹിച്ച് തുടങ്ങിയവരാ തങ്ങൾ. നോട്ടം കൊണ്ട് മൗനം കൊണ്ട് പരസ്പരം ജീവനായി തീർന്നവരാണ് തങ്ങൾ. നെറികേട് കാണിച്ചത് നീയല്ലേ? ചതിച്ചത് നീയല്ലടാ റാസ്കൽ. ചാട്ടവാറ് കൊണ്ടടിക്കും പോലെ രൂക്ഷമായ നോട്ടത്തിലൂടെ അത്രയും തന്നോട് പറയാതെ പറഞ്ഞ എബിയെ ഗ്രൗണ്ടിന് വെളിയിലെത്തും മുമ്പേ കൊല്ലാനുള്ള കലിയോടെ പ്രണവ് ഒരേ ഒരു നോട്ടം നോക്കി. വേണ്ട ബി, തീക്കളിയായത്. അവന്റെ കണ്ണുകൾ എബിക്കുന്നേരം നൽകിയ താക്കീതായിരുന്നു. മറുപടിയായി പുച്ഛിച്ചുകൊണ്ട് പല്ലിറമി പോടാ എന്നവൻ മുഖമനക്കി വജ്രയിലേക്ക് നോക്കി. പ്രണവിനെ വലിച്ചു കൊണ്ടുപോയിരുന്ന ബഷീർ അപ്പോഴേക്കും തൂണിലേക്ക് തലയാഴ്ച വെച്ച് നിന്നിരുന്നവൾ പതിയെ മുഖം ചരിച്ച് എബിയെ നോക്കി. അവനും ആ കണ്ണിലേക്ക് ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു. ദയനീയതയും ഭയവുമാണ് എബിന്റെ കണ്ണുകളിൽ. ആ മനസ്സിൽ ഇപ്പോൾ തിളച്ചു പൊന്നുന്ന ചോദ്യം ആ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ വജ്രക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നെ സ്നേഹിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ബഷീർ പോലും നിന്നോട് അകൽച്ച കാണിച്ചു പോകും. ഇപ്പോ ഒന്നും വേണ്ടായിരുന്നു നിനക്ക്. പറഞ്ഞതിനു മുമ്പേ എബിയുടെ കോളിൽ വജ്രയുടെ 2 കൈകളും അമർന്നിരുന്നു. കണ്ണീരിൽ തിളച്ചു നിൽക്കുന്ന ദേഷ്യം കണ്ട് അവന്റെ കൺകോളിൽ നിന്നൊരു തുള്ളി ഇറ്റു വീണു. എന്താ? 2 ആൺകുട്ടികളുടെ കൂടെ നടന്നിരുന്ന പെണ്ണിനെ ഇപ്പൊ അതിലൊരുത്തൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വേണ്ടെന്ന് തോന്നി തുടങ്ങി എബിക്ക്. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എബിക്ക് അവന്റെ ശബ്ദം. കടാര കൊണ്ട് നെഞ്ചിലേക്ക് ആഞ്ഞൂത്തിയതുപോലെ ആ വാക്കുകൾ അവൻ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. അതിന്റെ റിഫ്ലക്ഷൻ എന്നോണം വജ്രയുടെ കൈത്തണ്ടയിൽ വേദനിപ്പിക്കും വിധം അവന്റെ കൈമുറുകി. ആളുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴുന്ന കണ്ണുനീർ ചുണ്ടിൽ നോവോടെ വിരിഞ്ഞ ആ ചിരിയിലേക്ക് കലർന്നു. വേദനിച്ചേപ്പിക്കല്ലേ? പക്ഷെ അതിന് 100 ഇരട്ടി വേദനിച്ചെനിക്ക്. മനസ്സ് കൈവിട്ടു പോയെന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുകയാണിപ്പോൾ, ഒരു നൂൽപാലത്തിലെന്ന പോലെ. ബഷീയുടെ മനസ്സ് എന്നേക്കാൾ നന്നായിട്ട് എബിക്ക് അറിയില്ലല്ലോ.
അവൻ്റെ പാത്തു തന്നെ ഞാനവന്. ഒത്തിരി നേരം പിണങ്ങിയിരിക്കാൻ കഴിയില്ല അതിന്. ഒന്നും പറയാതെയുള്ള സങ്കടം ദേഷ്യം കൊണ്ട് മറക്കാൻ നോക്കുന്ന അവന് നേർക്കുമളയുടെ ആയുസേ ഉള്ളൂ. എനിക്കറിയാതെ തെറ്റുപറ്റിപ്പോയത് അവനേക്കാൾ കൂടുതൽ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോഴും ഞാൻ ആ ഞെട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടില്ല. വെറുക്കെ ഉള്ളു മുഴുവൻ അതിൻ്റെ കൂടെയാണ് എബിയും ഇങ്ങനെ. ചിലമ്പിച്ച ശബ്ദത്തിൽ തളർച്ചയോടെ പറയുന്ന തൻ്റെ ജീവനായവളെ കണ്ണു നിറച്ചുകൊണ്ട് അവൻ നോക്കി. ആ കവളിനെ പൊതിഞ്ഞ അവൻ്റെ ഇടത് കൈ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. പ്രണവിന്റെ വായിൽ നിന്ന് അവൾ അറിഞ്ഞ സത്യങ്ങൾ താൻ അറിഞ്ഞിട്ട് നാളുകളായി എന്ന് പറയാൻ കഴിയാതെ തൊണ്ടയടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. എങ്ങനെയാണ് പറയുക അവളോട്? എന്തായിരിക്കും പ്രതികരണം? ഒളിച്ചു വയ്ക്കാൻ മനസ്സിന് കഴിയില്ല താനും. ബഷീർ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കാൻ കഴിയില്ല. ബ്രേക്ക് ടൈം കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പസിന് പുറത്തു വെച്ച് മനസ്സ് തുറന്ന് ശാന്തമാക്കണം. ഇന്നല്ല, ഈ വൈകുന്നേരത്ത് ഇനിയും വരാൻ പോകുന്ന കൊടുങ്കാറ്റ് കഴിഞ്ഞ് എല്ലാം ശാന്തമായി അവൾക്ക് മുന്നിൽ ഇരിക്കണം. ബഷീറിന്റെ മനസ്സ് തണുപ്പിക്കണം. അവനോളം നല്ലൊരു സുഹൃത്തിനെ താനും ആഗ്രഹിക്കുന്നുണ്ട്. പ്രണവിന്റെ ഭ്രാന്ത് അവസാനിപ്പിച്ച് അവനെ തിരിച്ചറിവുണ്ടാക്കാൻ ബഷീറിനോളം കഴിയില്ല ആർക്കും. വജ്രയോടൊപ്പം തനിക്ക് സ്വസ്ഥമായൊരു ജീവിതം വേണം. ആളുടെ ചിരിക്കുന്ന മുഖം നൽകുന്ന പോസിറ്റീവ് എനർജി തന്നെയാണ് തങ്ങളുടെ പ്രണയത്തിൽ താൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. അത് നഷ്ടപ്പെടുത്താൻ ഈ ജന്മം തയ്യാറല്ല. പ്രണവ് തെറ്റ് തിരിച്ചറിയണം. അത് സംഭവിക്കാതെ എബിക്കും വജ്രക്കും സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവില്ല. അവന്റെ കണ്ണീര്, പതിരിപ്പോകുന്ന അവന്റെ ജീവിതം, എല്ലാം കൊണ്ട് ഉറക്കം കെടുത്തും അവൻ പാടില്ല. പ്രണവിനെ മാറ്റിയെടുക്കണം. അവനതിന് തയ്യാറാവില്ലെന്നാണെങ്കിൽ മുന്നും പിന്നെ നോക്കാനുള്ള ക്ഷമ തനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.